രേവതിയുടെ റിവ്യൂവിനെ പറ്റി കുറേ അധികം പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ബേസിക്കലി നമ്മൾ ഒരു ഷോയെ നമ്മൾ റിവ്യൂ ചെയ്യാൻ എടുക്കുമ്പോൾ നിഷ്പക്ഷത മെയിനാണ്. പിന്നെ നമുക്ക് ഒരാളോട് ഒരു താല്പര്യം തോന്നും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. ഈവൻ നമുക്ക് അങ്ങനെ തോന്നിയാൽ പോലും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറയാൻ നമ്മൾ തയ്യാറാകണം. അല്ലെങ്കിൽ ഈ ഷോ റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പ്രഹസനം നിർത്തിവെക്കണം. ആ സ്ത്രീക്ക് മുഴുക്ക ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. മുഴുക്ക ആ സ്ത്രീക്ക് വേറെ ആരെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയല്ല. ഇപ്പോൾ എൻ്റെ ചാനലിനെ ഞാൻ അവരെ പറ്റി പറഞ്ഞ വിമർശനത്തിന് എനിക്ക് സ്ട്രൈക്ക് തന്നിരുന്നു. വിത്തിൻ 5 days എൻ്റെ മകൻ സ്ട്രൈക്ക് പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളെ സ്ട്രൈക്കും കൊണ്ട് ഇങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല എന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി ഒരു കാര്യം, ഇവളെ പറ്റി ഇനി പറയാനേ പാടില്ല എന്ന് തീരുമാനിച്ച് ഞാനങ്ങ് അവോയ്ഡ് ചെയ്തിട്ടിരുന്നതാണ്. പക്ഷേ ഇന്ന് പോയി നോക്കുമ്പോൾ അവൾ ഡോക്ടറാത്രേ. എവിടുത്തെ ഡോക്ടറാണെന്ന് എനിക്കറിയത്തില്ല. അവളൊരു സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ് ഷാനവാസിന് എന്ത് കേപ്പബിലിറ്റിയാണോ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെന്ന് തുടങ്ങി ഷാനവാസിനെ നല്ല രീതിയിൽ അവഹേളിച്ചുകൊണ്ട് പറയുന്നത്, എടി വൃത്തികെട്ട ജന്തു, നിനക്ക് മനസ്സിലാകുന്നില്ലടി, ഒരു മനുഷ്യന്റെ നെഞ്ചിന് നേരെ ഹാർട്ട് സർജറി നടത്തി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ നെഞ്ചിന് നേരെ കട്ടിയുള്ള ആ പാല് കവർ എറിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം എന്താണെന്ന്. ഏറ്റവും ശക്തമായി അവനെ ഉപദ്രവിച്ചത് നിവിനാണ്. അതിനെപ്പറ്റി പറയുന്നത് നിഷ്പക്ഷത എന്ന് പറയും. അവനെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ നിഷ്പക്ഷമായി പറയുക. ഇപ്പം നമ്മുടെയൊക്കെ റിവ്യൂ എടുത്ത് നോക്കുക. ഷാനവാസ് മിസ്റ്റേക്ക് ചെയ്തെങ്കിൽ മിസ്റ്റേക്ക് എന്ന് തന്നെ പറയും. നെവിൻ മിസ്റ്റേക്ക് ചെയ്താൽ മിസ്റ്റേക്ക് എന്ന് പറയും. അനു ചെയ്താൽ അനുവിനെ മിസ്റ്റേക്ക് എന്ന് പറയും. ഏറ്റവും ഇഷ്ടമുള്ള പാർട്ടിസിപ്പൻസ് ആണ് അനുമോള്. ഏറ്റവും ഇഷ്ടപ്പെട്ടതും അനുമോളെയാണ്. അതിനേക്കാൾ ഇഷ്ടം അനീഷിനെയാണ്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ അവർക്ക് കയ്യിൽ നിന്ന് മൈനസ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് പറയുമെന്നതിനപ്പുറം ഒരു ഡോക്ടറായ നീ ഈ പറഞ്ഞ വൃത്തികേടിന് നിനക്കാണ് ചെകളക്കടി കിട്ടേണ്ടത്. നിനക്ക് എവിടുന്ന് കിട്ടണം പണം? ഇവളെ വീഡിയോ കാണാൻ പോയി ഇരിക്കുന്നവർക്ക് വേണം തല്ലു കൊടുക്കാൻ. ഇവളെന്ത് പറയണമെന്ന് പറഞ്ഞ് വായി കീറിപ്പോയിരുന്ന് ഇവളെ പ്രൊമോട്ട് ചെയ്യുന്നവർക്കാണ് അടി കൊടുക്കേണ്ടത്. കാരണം ആ സ്ത്രീ ഒരു വ്യവസ്ഥയുള്ള സ്ത്രീയല്ല. എഴുതി കൂട്ടി വെച്ചിട്ട് ഇവിടെ എന്ത് റിവ്യൂ ആണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കാണാനായിട്ട് കുറേ എണ്ണം മെനക്കെട്ട് പോയി ഇരിക്കുകയാണ്. ഇവളെന്തുവായി പറയണമെന്ന് വയറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. PR പണി നടക്കുന്നത് ഇവക്കാണ്. PR ഇവളുടേതാണ്. ആകെ മൊത്തം PR വർക്കിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയാണത്. അത് കണ്ടിട്ട് ഭയങ്കര സംഭവമാണെന്ന് കരുതി അങ്ങ് പൊളക്കാണ് കിടന്ന്. അത്രയേ ഉള്ളൂ. ചാനലുകാർ വിളിച്ചു, അതുകൊണ്ട് താൻ ഭയങ്കര സംഭവമായെന്ന്. ഈ സ്ത്രീയെ പ്രൊമോട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ബിഗ് ബോസിന് ഫേവർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഇവൾക്ക് ബിഗ് ബോസിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യണമെന്ന് തോന്നുന്നത്. അതുമാത്രമല്ല, പെൺകുട്ടികളെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ചിരിക്കാൻ വരുന്നുണ്ട്. എന്താടി നിനക്ക് സ്ത്രീകളെ കാണുമ്പോൾ എവിടെയെങ്കിലും കടിക്കുന്നുണ്ടോ? സ്ത്രീകളെ പറയുമ്പോൾ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്താ? എനിക്ക് മനസ്സിലാകുന്നില്ല. ആ കുട്ടികൾക്ക് വേണ്ടി സപ്പോർട്ട് പറയേണ്ട ഒരു തീരുന്നു കൊണ്ട് ഏറ്റവും മ്ലേച്ഛമായ കുഞ്ഞുങ്ങളെ അവഹേളിക്കുക മാത്രമല്ല, ഷാനവാസിനെ പോലെയുള്ള ഒരു പേഷ്യന്റിനെ അവൾ പറയുന്നതാണ് അൺഫിറ്റ് ആണെന്ന്. അതേ നാക്കുകൊണ്ട് തന്നെ, അതായത് ആ പുഴുത്ത നാക്കുകൊണ്ട് തന്നെ അടുത്ത് പറയുന്നുണ്ട് ഷാനവാസ് മറ്റ് ക്ലേ പ്ലേ കളിച്ചു, അതെങ്ങനെ സക്സസ് ആയി, മറ്റുള്ളതൊക്കെ കളിച്ചു, എങ്ങനെ സക്സസ് ആയി. അയാൾ മെഡിക്കൽ ബേസിൽ അയാൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വാശിയോടുകൂടി അത്തരം ഇതിനകത്തേക്ക് പോകുന്നില്ല. ഇവിടെ ടാസ്കുകൾ ജയിക്കുക എന്നുള്ളത് ഒരു പോർഷൻ മാത്രമാണ്. ദാറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. ഇല്ലേ, അതല്ല ടാസ്ക് മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതിനകത്ത് പേഴ്സണാലിറ്റി ഉണ്ടാകും. പേഴ്സണാലിറ്റി, ഒരു വിഷയത്തെ അനലൈസ് ചെയ്യുന്നത്, ഒരു വിഷയത്തിൽ ഇടപെടുന്നത്, സാമൂഹികമായി സോഷ്യലി അയാൾ അതങ്ങനെ സർവൈവ് ചെയ്യുന്നു. ഇത്രയും പ്രോബ്ലംസിന്റെ ഇടയ്ക്ക് ഫിസിക്കൽ കണ്ടീഷൻ, മെന്റൽ കപ്പാസിറ്റി ഇമ്പോർട്ടന്റ്. അതൊക്കെ അയാൾ ഓവർകം ചെയ്തില്ലേ? ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അയാൾ പറഞ്ഞു തന്നില്ലേ? നമുക്ക് മനസ്സിലാക്കി തന്നില്ലേ? അതിനാണ് ഫിറ്റ് എന്ന് പറയുന്നത്. അനീഷ് അവിടെ കിടന്ന് ഛർദ്ദിക്കുന്നുണ്ട്. ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ മനുഷ്യൻ എന്താകും? ഏറ്റവും ബേസിക്കായ നീഡാണ് ഭക്ഷണം. അത് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തത് കൊണ്ടല്ലേ അല്ലെ അവരവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരത്തില്ലേ? സൊമാറ്റോയിലോ സ്വിഗ്ഗിയിലോ ഓർഡർ ചെയ്ത് അവർക്ക് അവിടെ ഫുഡ് കിട്ടത്തില്ലേ? അങ്ങനെ ഒരു കൺസേൺ അവർ കൊടുക്കുമെന്നുള്ളത് കൊണ്ടല്ലേ ഫുഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായ റേഷൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രിപ്പയർ ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്നു. പ്രിപ്പയർ ചെയ്ത് തരേണ്ടവർ അവർ മാത്രം തിന്നുകൊണ്ട് അതിനകത്ത് നിൽക്കുന്നു. നിന്റെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്നോടി നാർജി, നിനക്ക് അത് പറയാൻ പറ്റുന്നില്ലേ? ഈ വൃത്തികെട്ട നാറി പെണ്ണുമ്പുളയെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് അടിക്കാനായിട്ട്. ഈ സ്ത്രീക്ക് എന്ത് ബോധമുണ്ട്? ഇവർക്ക് എന്ത് ക്വാളിറ്റി? ഇവരൊരു റിവ്യൂവറോ? കുറേ ദിവസമായി ഒരു കാര്യം അകാരണമായി അനുമോളെ പറയുന്നുണ്ട്. അത് PR ഉണ്ടെങ്കിൽ ഓക്കെയാണ്. PR ഉണ്ടെങ്കിൽ അപ്പൊ നിവിന് PR ഉണ്ടോടി? നിവിന് PR ഉള്ളത് കൊണ്ടല്ല നിവിനെ പോലെ നികൃഷ്ട ജന്തുവിനെ നീ സപ്പോർട്ട് ചെയ്യുന്നത്. നിനക്ക് വിവരം ഉണ്ടോടി സ്ത്രീയെ? അവൾ ഇരുന്നുണ്ട് കുറെ കുണുക്ക് കമ്മലും ഭാര്യയായിട്ടുണ്ട്. കുണുങ്ങി ഇരുന്നങ്ങ് തള്ളി മറിപ്പാണ്.
ഒരു വൃത്തികെട്ട സത്വം എന്നതിനപ്പുറം എനിക്ക് ഈ സ്ത്രീയെ പറ്റി ഒന്നും പറയാനില്ല. ഇവരെ ഞാൻ എടുത്താൽ പക്ക വല്ലോ പറഞ്ഞു പോകുന്നുള്ളതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ പലരോടും അവർ ചെയ്യുന്ന ഇത് നോക്കണം. മറ്റില്ല അൻസിഫ് മൂഞ്ചിക്കൽ എന്ന് പറയുന്ന പേര് കറക്റ്റ് അല്ല കേട്ടോ, മൂൺലൈറ്റ്, അൻസിഫ് മൂൺലൈറ്റ്, അവൻ പറഞ്ഞ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് ഈ സ്ത്രീ അവനോട് കയറിയ ഒരു കയറ്റമുണ്ട്. അവനെ അങ്ങ് ഒരുമാതിരി ടാർണിഷ് ചെയ്തു. ഇവളുടെ അതേ ഫീൽഡ് തന്നെയല്ലേ, ശരി ഒരു തെറ്റ് പറ്റിയാലും അവനൊരു ജൂനിയർ അല്ലേ, നമ്മൾക്ക് അവനൊരു സ്പേസ് കൊടുക്കാം, അതിന് മാന്യമായി സംസാരിക്കാം. ഇവളെന്തോ ഭയങ്കര സംഭവമാണെന്ന് അങ്ങ് കാണിച്ചുകൊണ്ട് ഇവള് കാണിക്കുന്ന പോക്കർത്തരമുണ്ടല്ലോ. ഒരു പേഷ്യന്റിനെതിരെ സംസാരിച്ച രീതി വളരെ വൾഗറാണ്. ഇവള് ഡോക്ടർ പോലുമല്ല. എനിക്കറിയത്തില്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറെ പിള്ളേര് ഡോക്ടർ ആകുന്നു. ഒരു എത്തിക്സും ഇല്ലാത്ത വിവരം കെട്ട കുറെ എണ്ണത്തിനെ ഡോക്ടറായിട്ട് അങ്ങ് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇവളെന്ത് ഡോക്ടർ, ഇവക്ക് എന്ത് ഈ മാന്യതയാണുള്ളത്? മാന്യത കെട്ട നാറിച്ചി ഇരുന്നുകൊണ്ട് ആ ഷാനവാസിന് അവൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. നീയാണോ ബിഗ് ബോസ്? നീ പറയുന്നതാണോ മൊത്തം ജനങ്ങൾ പറയണത്? ഇവളുടെ ടൈം ലൈനിലോ ഇവളൊരു 3 വീക്സോ 4 വീക്സോ ബിഫോർ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അവൾ പറയുന്നതിന്റെ നേർവിപരീതമായിട്ടാണ് ആളുകൾ അതിനകത്ത് കമന്റ് ഇട്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഏത് ജോഡിയാണ് ഇഷ്ടം, നിങ്ങൾ അത് പോയി നോക്കിയാൽ മതി. അവളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കിയാൽ മനസ്സിലാകും. അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അക്ബർ അനീഷ് ആണെന്ന്, ഷാനവാസും അനീഷും ആണെന്നുള്ളത്. അത് കൃത്യമായി ആളുകൾ വിലയിരുത്തുന്നു. അതായത് ഇവൾ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ആളുകൾ വിലയിരുത്തുന്നതെന്ന് അതിൽ കൂടെ അവൾക്ക് വ്യക്തമാകുന്നില്ലേ? ആദില നൂറയുടെ കൊടുത്തിട്ടുണ്ട്, ഏത് ജോഡികളാണ് സൂപ്പർ ജോഡികളെന്നോ മറ്റോ ആണ് അതിന്റെ സംഗതി. അത് നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെയുണ്ട്. കമന്റ് ബോക്സ് ക്ലോസ്. ഹൈപ്പ് മാത്രം, അവളെ ഹൈപ്പ് അങ്ങോട്ട് കൂട്ടി അവളെ അണ്ണാക്കി കൊടുക്കുക. എടി ഇങ്ങനെ തിന്നല്ലേടി, നാട്ടുകാരുടെ ചോര ഇങ്ങനെ തിന്നല്ലേടി, നാണം ഉണ്ടോടി സ്ത്രീ, നിനക്ക് നാണം ഉണ്ടോടി? അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പറ, കൃത്യമായ കാര്യങ്ങൾ പറ. എന്താ കുഴപ്പം നിനക്ക്? അത് വിവരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ, ഇത്രയും മോശമായ രീതിയിൽ ഒരു റിവ്യൂവറെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇവരെ കാണാൻ പോയിരിക്കാറില്ല. ഞാൻ ഇവരെ കാണുമ്പോൾ ഇവർ കംപ്ലീറ്റ് സാധനം പറയാറുണ്ട്, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയാറുണ്ട്. അതില്ലാന്ന് ഞാൻ തർക്കം പറയുന്നില്ല. പക്ഷേ ഇവർ ഇതുപോലെ വൺ സൈഡഡ് ആണെന്ന് ഞാൻ ആദ്യമായിട്ട് കാണാം. പ്രത്യേകിച്ച് ഈ സീസൺ 7 ഇവർ ഭയങ്കര ബയാസ്ഡാണ്. ഇവർ ഭയങ്കരമായിട്ട് നെഗടിക്കുകയാണ് അവിടെയുള്ള കണ്ടസ്റ്റൻസിന് അഗൻസ്റ്റ് ആയിട്ട്. നമ്മൾ പറയുന്ന ഒരു ജെന്യുവിനിറ്റി വേണ്ട. പിന്നെ നമുക്ക് കമന്റ്സ് ഇടുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ യൂട്യൂബറും വളരെ കൗതുകത്തോടെ നോക്കുന്നത് കമന്റ് സെക്ഷൻ ആണ്. അതിന്റെ കാരണം ആ കമന്റ്സിൽ കൂടെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളെ ആരെങ്കിലും ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഇഷ്ടപ്പെടുന്നവർ കമന്റിൽ കൂടെയാണ് എന്നെ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കമന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കമന്റേ വേണ്ട എന്ന് ക്ലോസ് ചെയ്തിട്ട് ഇവള് എന്തൊരു ഞൊണ്ണത്തരയെന്ന് പറയടി, തനിച്ചിരുന്ന് കൂവടി, അതാണ് നല്ലത്. കൂക്കി വിളിക്കുന്ന ഒരു കൂക്കൽ സ്ത്രീ. ഈ സ്ത്രീയുടെ അത് കാണാനേ പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യവുമില്ലാതെ ഞാൻ പോയി നോക്കി, വ്യൂ ഒക്കെ ഭയങ്കര വ്യൂസാ. ഇവൾക്ക് ഇതുകൊണ്ട് നല്ല തുക കിട്ടും, ഇവിടുന്ന് കിട്ടും, ബിഗ് ബോസിൽ നിന്ന് കിട്ടും. ബിഗ് ബോസ് എന്താ ഇവളെ തൂക്കി തലയിച്ചു, സ്വയം പൊക്കി എരുമ. അതിനപ്പുറം ഈ സ്ത്രീക്ക് യാതൊരു ക്വാളിറ്റിയും ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു അല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നടന്ന ഈ ഒരു വിഷയത്തിൽ ഒരു ഡോക്ടറാണെന്ന നിലയിലുള്ള ഒരു എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ അങ്ങനെ പറയുമോ? അയാൾ തീരെ അങ്ങ് കുഴപ്പക്കാരനാ, അയാൾ മെഡിക്കൽ ഫിറ്റിൽ, അയാൾ എങ്ങനെ അവിടെ വന്നു എന്ന്, നീ എങ്ങനെ ഇത്രയും നാൾ ജീവിച്ചു എന്നുള്ളതാണ്. അവളുടെ വീട്ടിൽ പേഷ്യൻസ് ഉണ്ട്, അവളും ഒരു പേഷ്യൻ്റ് ആണ്. അവൾക്കറിയത്തില്ലേ ഈ മെഡിക്കൽ എമർജൻസി ഏത് സമയത്തും വരാം, ആർക്കും വരാം. ഇപ്പം ഉറങ്ങി കിടക്കുന്ന മനുഷ്യൻ രാവിലെ എഴുന്നേക്കാറില്ല. ചെറിയ വയസ്സിൽ 20 വയസ്സ് 22 വയസ്സുള്ള കുട്ടികൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. എങ്ങനെ? അതൊക്കെ ഒരു മെഡിക്കൽ എമർജൻസികളാണ്. മെഡിക്കൽ ഉള്ള ഫീൽഡിലുള്ള ഒരു സ്ത്രീക്ക് അത് മനസ്സിലാകുന്നില്ലേ? ബയാസ്ഡ് എന്ന് മാത്രമല്ല, പെയ്ഡാണ് ഈ സ്ത്രീ, പണം വാങ്ങിയാണ് ഈ വൃത്തികേട് പറയണമെന്ന് പക്ക ഉറപ്പാണ്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ വ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആർക്കും അടുത്തും പോയി തല കുനിച്ച് കൊടുക്കത്തില്ല. അതൊരു കോമൺ ഫാക്റ്റാണ്. കാരണം നല്ല റവന്യൂ യൂട്യൂബിൽ നിന്ന് കിട്ടും. ആ കിട്ടുന്ന റവന്യൂ ഇനഫ് അല്ലേ? അതിന്റെ മുകളിൽ അവൾക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അത് മാത്രമല്ല, അക്ബറിനും നെവിനെയും പിന്നെ ആര്യനെയും എന്തുകൊണ്ട് സാക്രിഫൈസ്, നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾ ഇറങ്ങി പൊക്കോളൂ, അതാണ് നല്ലത്. അത് പറയുമ്പോൾ അവൾക്കുണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു എന്താ പറയണേ, അവളെ സ്വന്തം വീട്ടിലുള്ള കൊച്ചാപ്പായി വല്യാപ്പായി ഇറങ്ങിപ്പോകുന്ന ഫീലിംഗ് ആണ് അവൾക്ക്. അടിച്ചു പൊട്ടിക്കേണ്ട നാറി ഈ സ്ത്രീയാണ്. ഇത് കേൾക്കുന്നവർ വിചാരിക്കത്തില്ല ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചിന്തിക്കത്തില്ലയോ? അവിടെ നടന്നത് നമ്മൾ അത് കവർ പൊട്ടി പാല് പുറത്തൂടെ വീണു, ഒരു ചെറിയ കവറ് അങ്ങോട്ട് എറിഞ്ഞു, അതങ്ങോട്ട് ഇട്ടു. നീ കണ്ടോടി, ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ? എന്താ ഞങ്ങൾ മന്ദബുദ്ധികളാണോ? കവർ ഇടുകയാണോ ഡി ചെയ്തത്? എറിയല്ലേ ചെയ്തത്? നിനക്കത് സത്യം പറഞ്ഞാൽ എന്താണ്? എന്താ നെവിൻ നിന്റെ വീട്ടിൽ ഇരുത്താൻ പോകുന്നുണ്ടോ നീ? എന്ത് വൃത്തികെട്ട സാധനമാണ് ഈ സ്ത്രീ എന്ന് ഓർത്തു നോക്കിയാണ്. ഇതാണോ റിവ്യൂ എന്ന് പറയുന്നത്? നിനക്കൊരു എത്തിക്സ്, നീ മെഡിക്കൽ എത്തിക്സ് പോട്ടെ, മനുഷ്യത്വപരമായ എത്തിക്സ് ഉണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ നീ ഇത് പറയുമോ? നിനക്ക് കൂക്കണം ഉണമി കമ്മല് വാങ്ങിക്കാനുള്ള പണമാണോ അടി ഇതെല്ലാം?
ഇങ്ങനെ മോശക്കേട് പറഞ്ഞിട്ട് ഒരു വ്യക്തി അയാൾ ജീവിച്ചു വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ, സത്യമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ ഒന്നും സംഭവിക്കരുത് എന്ന്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത, രക്ഷപ്പെടുമെന്ന് വളരെ വിചാരിക്കുന്നവർക്ക് പോലും ജീവഹാനി വരും. ഇത് എത്ര ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് അത് കടന്നു പോകുന്നത്. അപ്പോഴും ആ മനുഷ്യനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നവള് ആ മനുഷ്യനെ പറ്റി മോശം പറയുന്നു. അയാൾ മെഡിക്കലി അൺഫിറ്റ് ആണെന്ന്. അയാൾ മെഡിക്കലി അൺഫിറ്റ് ആണോ? ഒരിക്കലും അയാൾക്കൊരു അസുഖമുണ്ട്, അത് സമ്മതിച്ചു. അതുകൊണ്ട് അതും അയാൾക്ക് അത്രയും ഇത് കൊടുത്തു കഴിഞ്ഞാൽ, പ്രഷർ കൊടുത്തതിന്റെ പ്രോബ്ലം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് മിക്ക ടാസ്കുകളിൽ നിന്നും അയാൾ മാറി നിൽക്കുകയാണ്. അപ്പൊ ഒരു ഗ്രീഡിയായ ഒരു പേഴ്സണും അല്ല, അയാൾക്ക് ഇത് കിട്ടിയേ പറ്റൂ എന്നൊരു ആവശ്യമില്ല. അയാൾ ഔട്ട് ആവുന്നില്ല, അത് നിൽക്കുന്നു. അതിനപ്പുറം ഷാനവാസ് എന്ന വ്യക്തി ഇതിനു വേണ്ടി അങ്ങ് മരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ നിൽക്കുന്നത് അക്ബറാണ്. അനുമോളെ ഞെക്കി കൊന്നിട്ട് പോലും അവര് നേടണമെന്ന് പറഞ്ഞിട്ട് അവൻ കാണിച്ചത് കണ്ടില്ലേ? അങ്ങനെ ഒരു വിഷജന്തുവിനെ നീ എന്തിനടി സപ്പോർട്ട് ചെയ്യണത്? നിന്റെ ഇഷ്ടമായിക്കോ, പക്ഷെ ബാക്കി കള്ളത്തരം നീ പറയരുത്. നെവിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട്, നെവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ സ്ത്രീ പറയുന്നത് പക്കാ പോക്കൃത്തരമാണ്. ഇനിയും നീ ഇത് തുടരുകയാണെങ്കിൽ ഇപ്പുറത്തുനിന്നോണ്ട് ഞങ്ങളും ഇത് പറയും. അത്രയേ ഉള്ളൂ. വൃത്തികെട്ട സാധനത്തിന് പോയി കമന്റ് വിടാനും പോകരുത്, കാണാനും പോകരുത്, ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്. നല്ല അഹങ്കാരം പിടിച്ചൊരു സ്ത്രീ മാത്രമാണത്. എവിടെ ഒരു ദിവസം കൊണ്ടേ ബിഗ് ബോസിൽ ഇടണം, പട്ടിണി കിടണം നാറി. ഇതോ അവിടെ ആളുകൾ ഛർദ്ദിക്കുന്നു, വയ്യാതെ ബുദ്ധിമുട്ടി ഛർദ്ദിക്കുന്നു. നിനക്ക് അതിനെപ്പറ്റി എന്താ അഭിപ്രായം? എന്താണ് ഈ നടക്കുന്നത്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തിന്? എന്തോന്ന് കാണാൻ നിന്റെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും? നിന്നെ എന്തിന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണോടി? നിന്നെ എന്തിന് സബ്സ്ക്രൈബ് ചെയ്യണം? നീ എന്ത് കോപ്പാ പറയുന്നേ? നീ മനുഷ്യത്തെയാണോടി? എന്ത് വൃത്തിയാണടി എന്ന് പറയണത്? അങ്ങ് അലറി കൂവാണ് കേട്ടോ. അവളെ കണ്ട ശേഷം എനിക്കും അലർച്ചയാ. വൃത്തികെട്ട സാധനം, വാടയക്ഷി.